മോനും സെയിം ഞങ്ങളുടെ സൈസിലെ ഉടുപ്പ് തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരാള് ഉറങ്ങുമായിരുന്നു കേട്ടോ, ഭയങ്കര ഉറക്കം. എന്നിട്ട് ഞാൻ വിളിച്ചിട്ടൊന്നും എഴുന്നേക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഞോണ്ടിയിട്ടും എഴുന്നേക്കുന്നില്ല. അപ്പം ഞാൻ എന്നെ ചെയ്തു, ഞാൻ ഇപ്പുറത്തെ കട്ടിലേ ഇരുന്നിട്ട് ഫോൺ വിളിക്കുമ്പോൾ എടുക്കും. അപ്പം ഞാൻ എന്നെ വെച്ചാൽ ബോട്ടമി വീഡിയോ കോൾ വിളിച്ചു. എന്നിട്ട് ചാടിപ്പടച്ച് ഫോൺ റിങ് ചെയ്തപ്പോഴത്തേക്കും എവിടെയാ എൻ്റെ ഫോണ്? എന്നിട്ട് തപ്പുവോ കട്ടലിൻ്റെ തലവണ്ണയുടെ അടി കൂടെ ഫോണ്. എന്നിട്ട് ചാടിപ്പടച്ച് എഴുന്നേറ്റ് കേട്ടോ. ഒരുങ്ങിയിരുന്നത് ഞാൻ ഒരുങ്ങിയിരുന്നു പോവാന്നൊക്കെ പറഞ്ഞിട്ടാ കിടന്നത്. എന്നിട്ട് പോകുന്ന ഒരു മട്ടം കാണുന്നില്ല. ഉറങ്ങി ഇനി പോക്ക് നടക്കുമല്ലോ എന്ന് ഓർത്താ ഞാൻ ചാടി ഒരുങ്ങിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് വിളിച്ചു. ഐഡിയ പോയേക്കാം. നമ്മളെവിടെ പോവാ? എവിടെ പോവാന്ന് ഐഡിയ ഒന്നുമില്ല. എവിടെയാണ് പോവാന്ന് പറഞ്ഞ എവിടെയാ പുറത്ത് എന്തോ സാധനം മേടിക്കാൻ പോവാന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒരുങ്ങിയിരിക്കുക, നമുക്ക് പോകാം, അവിടെ ഇവിടെ എല്ലാം പോയി കറങ്ങാം, ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുങ്ങിയിരുന്ന ഇവിടെ കൊച്ചു കാണണമെന്ന് പറഞ്ഞ് വണ്ടിയിലൊക്കെ പോകുമ്പോൾ അതെന്നെ സാധനം എന്നൊക്കെ ചോദിച്ച ഒരു സാധനം കാണിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് പോയി കാണാം അല്ലേ? പോയി കാണാം. പിന്നെ കൊച്ചിന് ഇന്ന് ദുബായ് കാണിച്ചു കൊടുക്കാൻ പോകട്ടോ. ഫുള്ള് ദുബായ് അതൊക്കെ കാണാം. ആണോ? ഓക്കേ. ഉറങ്ങി എണീറ്റിരിക്കുന്നുണ്ട്. എനിക്കൊരു ഉഷാറില്ലാത്ത കേട്ടോ. ഞങ്ങള് ഒരു ചായ സ്ട്രോങ് അടിച്ചാൽ ശരിയാവും. നമുക്കെന്നാ സുലൈമാനി കുടിച്ചിട്ട് പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാ അത് എനിക്ക് സുലൈമാനി ഭയങ്കര ഇഷ്ടമാ. അത് കുടിച്ചിട്ട് പോകാം. ഓക്കെ. അപ്പൊ നമ്മുടെ പുറത്തുനിന്ന് ഇന്ന് ഫുഡ് ഇന്ന് എന്നായിരുന്നു ഉച്ചയ്ക്ക് കറി വെച്ചെന്നേ? ഇന്ന് മഷ്റൂം കറിയും മുട്ട പൊരിച്ചതും ചോറും കേട്ടോ. ഇനി 2 ദിവസം എനിക്ക് ഡേ ഷിഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഡേ ഷിഫ്റ്റിൽ നമ്മുടെ ചേച്ചിയായിരിക്കും കുക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ? പോയേക്കാം. അപ്പൊ നേരെ വീട്ടിലേക്ക്. എന്നാ സാധനമാ അത്? കെട്ടിടം. അയ്യോ കാണത്തില്ല. ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ കാണത്തില്ലായിരിക്കും, അങ്ങോട്ടേക്കാ വെട്ടോളാം. രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമല്ലേ? ഇപ്പൊ നല്ല വെട്ടമൊക്കെ തോന്നിയാലും നൈറ്റല്ലേ? 7 മണിയായില്ലേ? 7 മണിയായല്ലേ? ഞങ്ങളിങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു രാത്രിയിൽ ഇങ്ങനെ വെട്ടമൊക്കെ കണ്ട് പോവാനായിട്ട്. അപ്പൊ പോവും. ഈ സൈഡ് ഭയങ്കര വെട്ട അല്ലേ? കൊച്ചിനൊന്നുകൂടെ ബുർജ് ഖലീഫ കാണാൻ തോന്നുന്നുണ്ടോ? ഉണ്ടോ? കാണാൻ തോന്നുന്നുണ്ടോ? എനിക്ക് പിന്നെ അവിടെ ഇരുന്നാലും കാണാലോ. അവിടെ ഇരുട്ട കാണത്തില്ല. പോണോ? അതിന്റെ അത്ര ലിഫ്റ്റ് പോകുന്നുണ്ടാ? എങ്ങോട്ടാ? നമ്മള് ദുബായ് കാണാൻ വന്ന ഇതിന്റെ മണ്ട കയറി എനിക്ക് ദുബായ് കാണാവോ? കാണാവോ? അത് ഭയങ്കര ബ്ലറാണല്ലോ. എന്നെ ഇവര് ചെയ്യുന്നേ? അവര് എക്സസൈസ് ചെയ്യുവാ. ആണോ? ഉണ്ടോ? അവർക്കായിട്ട് അതായത് ഇത് പാർക്കാ, സബിൽ പാർക്ക്. അപ്പൊ ഇവിടെ നടക്കാനൊക്കെ വരത്തില്ലേ? നടക്കാൻ വരുന്നവര് എക്സസൈസ് ജോഗിങ്ങിനൊക്കെ വരത്തില്ലേ? അവർക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള സംഭവമാണ്. പുഷപ്പൊക്കെ എടുക്കുന്നത് ട്രെയിനേഴ്സ് ഉണ്ട്. അവര് ആണെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ നടന്ന് പോവാട്ടോ. നടന്ന് പോവാ. ഓ അടിപൊളി. എനിക്കവിടെ ചെന്നിട്ട് ഈ വെള്ളത്തിനൊരു ചീഞ്ഞ നാറ്റമുണ്ട്. എന്നാ ഇത് ഈ ചെടി നനയ്ക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്. ഇത് ഈ ഡ്രെയിനേജ് ട്രെയിനൊരു വൃത്തിയായിട്ട മണമാണ്. വെട്ടക്കുറവാണല്ലോ. എൻ്റെ കൊച്ചിൻ്റെ മുഖം കാണത്തില്ല. ഇതെന്നാ ചേട്ടൻ എന്നെ കാണിച്ചിട്ട് ചേട്ടൻ എക്സസൈസാ. അവിടെ പാട്ടൊക്കെ ഉണ്ടല്ലോ. നോക്കിക്കേ. അയ്യോ സൂപ്പർ അല്ലേ? സൂപ്പറാ. അതിൻ്റെ അകത്തൊക്കെ കയറാം. ലിഫ്റ്റിലൊക്കെ കയറി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് അടയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് പോകാം. പപ്പ അമ്മയും വന്നപ്പോഴത്തേനും കുറെ ആക്ടിവിറ്റീസ് ഒക്കെ തീർന്നു പോയായിരുന്നു. എന്നതായിരുന്നു ആക്ടിവിറ്റീസ്? 3D
ഷോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ആണോ? എന്നാ ബാ പോയി കണ്ടിട്ട് വരാം. എടോ എടോ ഇത് കുറെ ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഈ മുകളോർത്തിട്ട് നോക്കി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ ചെയ്യും. കാണാൻ പറ്റില്ലേ? ദുബായ് ഫ്രൈ എടുത്തു തരണോ? തിരിച്ചു വരുമ്പോ മതിയോ? തിരിച്ചു വരുമ്പോ എടുത്തിട്ട് വരാം. ഇപ്പൊ അല്ല ഷോ ഒക്കെ കഴിഞ്ഞു. പിണങ്ങിയോ? ഇതിലിത് എങ്ങോട്ടാ പോണേ? ഇത് കുഞ്ഞുവാവയൊക്കെ പോന്ന കണ്ടോ? 2 പെൺപിള്ളേരെ കണ്ടോ? പുറകിന് 2 ആൺപിള്ളേരെ കണ്ടോ? ആ, എനിക്കും വേണം. കൊച്ചിന് എത്തുന്നില്ല എന്ന് തോന്നുന്നു. അത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വെച്ച് കൈ വെച്ചിട്ട് എത്തി വരഞ്ഞു കൊച്ചു സംസാരിക്കുന്ന പാവം. കിട്ടിയാ? പോവാം. ഒത്തിരി നടക്കാനുണ്ടോ? ഇപ്രാവശ്യം റേറ്റ് കുറവാന്ന് തോന്നുന്നു കേട്ടോ. അതിനാ 105 ദിർഹംസേ ആയുള്ളൂ. ആ, പപ്പ എന്നൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു 80 ദിർഹംസ് 90 ദിർഹംസ് എങ്ങാണ്ടാകാൻ പോകും ഒരാൾക്ക്. അതിൻ്റെ അത് കളഞ്ഞേ. അത് ബില്ലില്ലേ? ആണോ? ടിക്കറ്റ് ഒന്നും കളഞ്ഞേക്കല്ലേ? ടിക്കറ്റിൻ്റെ കയ്യിൽ. ആ, തിരിച്ചിറങ്ങി പോകേണ്ടതാ എനിക്ക്. നല്ല രസമല്ലേ നടക്കാൻ? ഞാൻ വീഡിയോ എടുത്ത ബ്ലറാണ്, ബ്ലറല്ല. ഡാൻസ് കളിക്കണേ കളിച്ചോളാം ഞാൻ പറയാം. ഇത് തന്നെ കൊച്ച് ബസ്സൊക്കെ ഓടി നടക്കുന്നത് ഇത് കണ്ടോ? ഈ ബസ്സിൽ ഇവിടെ ചേട്ടന്മാർ കൊണ്ടുപോകും. അത് നല്ല രസമുണ്ടല്ലേ? രണ്ട് നില സ്റ്റെയറൊക്കെ അല്ലേ? ആകെപ്പാടെ ഒരു ഇത്തിരിയേ ഉള്ളൂ. അതെന്നാന്നറിയോ? ഈ പാർക്ക് ചുറ്റി കാണിക്കാനായിട്ടാ. ഇവിടെ ഫുള്ള് വെട്ടം, മീൻസ് ലൈറ്റിങ്സ് ആയതുകൊണ്ട് ഫോണിൻ്റെ അകത്ത് മുഖം ക്ലിയർ ആയിട്ട് വരത്തില്ലായിരിക്കും. ഇപ്പൊ കുഴപ്പമില്ല. ചേട്ടാ ഞങ്ങളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുവോ? നടന്നു പോയാൽ മതിയോ? ടാക്സി നടക്ക്. തന്നെ ഇട്ടിട്ട് പോവല്ലേ എന്നെ? നോക്കിക്കോ മാരൊക്കെ. ഒന്നോടൊക്കെ ഇറങ്ങിക്കേ. ഇവിടൊക്കെ ഇറങ്ങാവോ? ഒന്നൂടെ കറങ്ങാവോ? ആ മുടിയൊക്കെ പറത്തിട്ട്. ഇരുട്ടാണോ? ഭയങ്കര ഡിമാൻഡാ കേട്ടോ എന്നെല്ലാം ചെയ്യാൻ പറഞ്ഞാലേ. ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പം കാണാം ഭൂതത്തിനെ. മുടി പറന്ന് കിടക്കുന്നു, പൂരം പോലെ ഇരിക്കുന്നു. ഇത് നല്ലതല്ല. എനിക്ക് ഇവിടെ ഒത്തൊരു ഫോട്ടോ എടുത്ത് തരാവോ? എന്നാ അയ്യോ, തൊട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് വെച്ചേ? സ്റ്റീലാണോ? അവരൊരു ഭാഷ കൊച്ചാ പറയുന്നത്. ആ, സെക്യൂരിറ്റിയോട് ചോദിച്ചാൽ അവിടുത്തെ ചെടിയും ചെയ്യുന്നു. അതോട്ട് കയറണ്ടേ? പതുക്കന്നെയാ. ഇവിടെ ഇവർ ഫോട്ടോ എടുക്കാന്നൊക്കെ പറയും. ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട് അവിടെ, കുതിരയുടെ അടുത്തൊക്കെ. തിരിച്ചു വരുമ്പോൾ അവിടെ സ്ക്രീനിൽ കാണാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം. ആ, ഇപ്പം കാണാൻ ചുന്ദരിയല്ലോ. കുറച്ച് മുമ്പ് ഇരുട്ടത്തൊന്നും കാണത്തില്ല. അതൊക്കെ കണ്ട് പോകാം. ബാ നോക്കാം, എടുത്തെടുത്ത് പോകാൻ പതുക്കനെ. സ്മേ എസ്കലേറ്ററിലൊക്കെ കയറി അങ്ങ് പോകുമ്പോൾ അങ്ങ് എന്നെ ഒന്നും ഓർക്കത്ത് കൂടിയില്ല. ഞാൻ നോക്കത്തില്ലേ? ഇതെന്നാ കൊച്ച പുകയൊക്കെ? അയ്യോ പുകയാ. അതിനകത്ത് കയറി പോകണോ? എന്നാടാ താൻ ഒളിഞ്ഞു നോക്കതേ?
താൻ അതിനകത്ത് കയറിപ്പോയി നോക്കിയാൽ ചിലപ്പോൾ ഹോസ്റ്റ് കാണും. അയ്യോ ഒറ്റയ്ക്ക് പോകുന്നില്ലേ? എടാ നല്ല ഇടോ പോടോ. മഞ്ഞൊക്കെ ചാടുന്ന കണ്ടപ്പോൾ കൊച്ചിനൊരു പേടി. ആ ഇറങ്ങിക്കോ, നല്ല രസമുണ്ട്. ആ ഇതെന്താ താനാ മറ്റേ സിനിമ കാണിക്കുന്നോ? തമന്നയുടെ ഇതിൻ്റെ കൂടെ ഒരു പടം ഉണ്ടായതല്ലോ, മറ്റേ വെള്ളത്തിൽ ഇങ്ങനെ തൊടുന്നത്. ആ പാട്ടേ മറന്നുപോയി, ഒരു ഫേമസ് പാട്ട് അത് തന്നെ. ഓ താൻ എന്നെ പോട്ടനാടോ. പേടിച്ചു പോയി നോക്കിക്ക്. ഗുഹയാണോ? എടോ അതെന്നെ സംഭവം അറിയാമോ? ദുബായ് ഉണ്ടായതും അവർ തുടക്കം എങ്ങനെയായിരുന്നു, പിന്നീട് എങ്ങനെയാണ് അവർ ഇത്രയും വലുതായെന്നൊക്കെ ഉള്ള കാര്യങ്ങളില്ലേ, അതിങ്ങനെ കൊത്തി വെച്ചേക്കുന്നതാണ്. ആ പിന്നെ അവരുടെ ഓരോ പഴയ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണാനുള്ളത്. മനസ്സിലായോ? നബാ ആ എഴുതിയൊക്കെ വരും. പ്രേതം ഉണ്ടെന്നല്ലേ? ബാ അവരുടെ പഴയ കൊട്ടയും മട്ടിയൊക്കെയാ. പിന്നെ പണ്ടേ അതൊന്നും എടുക്കാൻ പാടില്ല. അവിടെ വെക്കോച്ചേ. പണ്ടത്തെ സാധനങ്ങളൊക്കെയാ കണ്ടോ? കണ്ടോ പണ്ടത്തെ അവരുടെ ചട്ടി, കൊട്ട, വട്ടി, മീൻ പിടിക്കുന്ന സാധനം, തൊപ്പി, ഡ്രമ്മ്. കാപ്പിപ്പൊടി ഉണ്ടാക്കുന്ന സാധനം. ബാ താൻ പൊട്ടനെ കൊണ്ടാണല്ലോടോ ഞാൻ വന്നത്. താനാണ് പേടിച്ച് നോക്കുന്നത്. അയ്യോ ഇതവരുടെ മറ്റേ ഇത് തയ്ക്കുന്ന മെഷീൻ. പണ്ടിങ്ങനെ ആയിരുന്നു ഒന്ന് തയ്ച്ചൊക്കെ, മനസ്സിലായോ? പഠിക്കുന്നേ. ആ തൂവലെ മുക്കി എഴുതുന്നേ. പോയി കാണിക്കുന്നേ. അറബികളുടെ കൾച്ചറൽ സംബന്ധമായ എല്ലാ സാധനങ്ങളും ഒളിഞ്ഞിരുന്ന് നോക്കുന്ന ഒരേ ഒരു വ്യക്തി താനായിരിക്കും. പത്തായ വേണമെന്നത് ഈ പെട്ടി കണ്ടിട്ട്. ജാറ്, കയറ്, മറ്റേ വെള്ളം കോരുന്ന സാധനം. താനിതല്ല ഈ ഒളിഞ്ഞു കിടന്ന് നോക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. എടാ അവനാ പറഞ്ഞത്. ആ പറഞ്ഞ ഭാഷ എനിക്ക് മനസ്സിലായില്ലടാ. ബാ പോ ആകത്തിട്ട്. ഇതൊക്കെ 1963 ദേറ ക്ലോക്ക് ടവറൊക്കെ. നമ്മൾ വണ്ടിയെ പോകുമ്പോൾ കാണത്തില്ലേ ലിഫ്റ്റ് കയറി പോന്നെ, ആ ലിഫ്റ്റാണ്. ഇങ്ങോട്ട് നോക്കണം. ദുബായ് എത്ര പൊക്കോണ്ടെന്ന് അറിയാമോ? നോക്കി കണ്ടോ? ദുബായ് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ. ചെവിക്കകത്ത് എന്തെങ്കിലും കയറുന്ന പോലെ തോന്നിയോ? ചെവിയുടെ ഇയർ ബാലൻസ്, പ്രഷർ ബാലൻസ് മാറും. ഓടിപ്പോയി നിൽക്കുക. താഴോട്ട് ഗ്ലാസ് പൊട്ടിയിട്ട് താഴോട്ട് കാണാൻ പോയാൽ എന്നാ ചെയ്യും? ഇല്ല കയറി നോക്കിക്കേ.
പേടിയൊന്നുമില്ലേ? പേടിയൊന്നുമില്ലേ? ഒന്നും എനിക്കറിയത്തില്ല. ചേട്ടാ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് ഓടിപ്പോയി പുള്ളിയുടെ ഫോൺ കൊടുത്തിട്ട് ഞാൻ ഓടി. കണ്ടോ? അതെ. ആ കിട്ടിയാ? അതല്ലേ ശ്രീകുട്ടനാണേലും വന്നു കഴിഞ്ഞാൽ അവന് നല്ല ഫോട്ടോ കിട്ടുന്നവരെ ഞാൻ 100 ഫോട്ടോ എടുത്തു കൊടുക്കണം. പക്ഷെ എന്റെ ഒരു ഫോട്ടോ ഒരു വൃത്തിക്ക് എടുത്തു തരത്തില്ല. ഞാൻ എന്നിട്ട് ചോദിക്കുമ്പോൾ പറയും ഇത് നല്ലെന്ന് പറയും. അവന്റെ നല്ല ഫോട്ടോ കിട്ടി കഴിയുമ്പോൾ പറയും എനിക്ക് ഫോട്ടോ ഒന്നും എടുത്തു തരത്തില്ല. നല്ലതായിട്ട് എടുത്ത ഫോട്ടോ ഒക്കെ എന്തിനൊന്നും അറിയത്തില്ല, അവന്റെ ഫോണിലാണ്. അപ്പൊ ഞാൻ ഇപ്പൊ മാളൂന് നല്ല കുറെ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ഇപ്പൊ എടുത്തു തരാൻ പറഞ്ഞപ്പോ മാളു എടുക്കുന്ന ഒന്നും തലുണ്ട് കാലില്ല, കാലുണ്ട് വാലില്ല. അല്ല എടുക്കുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാ ചേച്ചിക്ക് ഇഷ്ടപ്പെടുകയല്ല, അങ്ങനെയാ. ഒരു മെനകെട്ട രീതിയിൽ ഫോട്ടോ എടുക്കുന്നു. ഞാൻ എന്നിട്ട് തിരിഞ്ഞു നിന്നു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഉടനെ ഉണ്ടല്ലോ സെക്യൂരിറ്റിയുടെ കൈ ഫോൺ കൊണ്ട് കൊടുക്കുന്നത് ഞാൻ ചില്ലേ കൂടെ കണ്ടു. ഓടിപ്പോയി ഞാൻ വിളിച്ചു എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു താങ്കളെ. അയ്യോ നിധി ഞാൻ എഴുതാം എന്നാ. ഓക്കെ എഴുത്, മുറിക്ക് എഴുത്. അമ്മന്ന് എഴുതി കേട്ടോ. പപ്പ മോനു മാളു അച്ചോടാ. ആ കിട്ടി. കുറച്ച് മുന്നേ എഴുതിയപ്പോ വന്നില്ലല്ലേ? കുറച്ച് മുന്നേ ഞങ്ങൾ 2 പേരും എഴുതിട്ട്. ആ വാ നല്ല സുന്ദരിയാവാണോ? സുന്ദരിയാവാ? അയ്യോ കാണാടാ. കണ്ട് നല്ല കൊച്ചു വീഡിയോ എടുക്ക. ഇങ്ങനെ നിക്കണേ. കണ്ടു ചറയാണോ? ചെയ്തോണ്ടിരിക്കുക സംഭവം എന്നാ? എന്നിട്ട് എങ്ങനെയുണ്ട് ദുബായ് ഫ്രെയിം കണ്ടിട്ട്? കാണിച്ചേ. അടിപൊളി കാണാനായിട്ട്. ആദ്യം കയറിയപ്പോഴത്തേക്കും എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഞാൻ അപ്പോൾ ഗോസ്റ്റൊക്കെ ഉണ്ടെന്ന് എല്ലാം ഒളിഞ്ഞിരുന്ന് നോട്ടമായിരുന്നു. ആദ്യമായിട്ടായിരിക്കും ദുബായ് ഫ്രെയിം കാണാൻ വന്ന ഒരാൾ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി കയറി പോകുന്നത്. ഒളിഞ്ഞിരുന്ന് നോക്കിയായിരുന്നു. അതെനിക്ക് മനസ്സിലായി ഭേദമൊന്നുമില്ല. അത് ഞാനൊന്നും ഓർത്ത് ഗോസ്റ്റ് ഹൗസ് ആണല്ലേ. ഞാൻ ഓർക്കുന്നുണ്ടോ ചേട്ടായിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, റിവർലാൻഡിൽ പോയത്. മറ്റേ ഗോസ്റ്റ് ഇങ്ങനെ നടക്കുന്നത്. അവിടെ വല്ല ആണോ? അയ്യോ, ഇത് ഇതിനകത്ത് അവരുടെ കൾച്ചറൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ മുകളിൽ കയറി കഴിയുമ്പം അത്യാവശ്യം ദുബായ് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഗ്ലാസ് ലൈഡിൽ കൂടെ നടക്കുക, അതൊക്കെ നല്ലതല്ലേ. നമുക്ക് ഇവിടെ നിന്ന് നേരെ പോയി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ചാലോ? എന്താ കഴിക്കുന്നേ? സീ ഫുഡാണോ ഇഷ്ടം? പാൽക്കപ്പയും ഞണ്ടും നല്ലതായിരിക്കും അല്ലേ? റോസ്റ്റോ ഫ്രൈയോ? ആ സെറ്റ്, നമുക്ക് നോക്കാം. അത് കൊള്ളാമല്ലോ സംഭവം. അയ്യോ പോയി, അയ്യോ പോയി. കൈ വെച്ച് അങ്ങോട്ട് ആണോ? പോയി.
നശിപ്പിച്ച് ഗ്ലാസ് സ്ലൈഡിൽ കൂടെ കയറി നിൽക്കുക. ടാറ്റ പോവാണോ? അവള് അതെ നല്ലാണോ? എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഗ്ലാസ്സിൽ നിന്നിട്ടാണോ കേട്ടോ ഡാൻസ് കളിക്കുന്നത്? ആ താഴോട്ടൊന്ന് നോക്കിക്കേ. എനിക്ക് പേടിയാ സത്യത്തിൽ ഫോണൊന്ന് പിടിച്ച് എന്നെ ഒന്ന് പിടിച്ചേക്കുവോ? എനിക്ക് പേടിയാ. ഇവിടുന്ന് പൊട്ടിയപ്പോ പൊന്നെ താഴോട്ട് പോയാൽ ഞാൻ ഇങ്ങനെ താഴോട്ട് പോയി പറയും. അയ്യോ അയ്യോ എനിക്ക് പേടിയാ. ഞാൻ താഴോട്ട് നോക്കി എനിക്ക് തല കറങ്ങും. ഗ്ലാസ് ലൈറ്റ് ഇത് എത്ര അടി പൊക്കം എന്നറിയാവോ? കിലോമീറ്ററുകളുണ്ട്. പൊടി പോലും കാണുമല്ലോ. ആ ഇതില്ലേ പാം ജുമേറിയന്റെ ഇതാ പാം ജുമേറിയ ബീച്ചില്ലേ? ആ പാമ്പിന്റെ ഒരു ഷേപ്പിലാ. അപ്പൊ അതാണ് ആ കാണിച്ചത്. ആ അത് ഇവിടുത്തെ കിങ്ങിന്റെയാ. ഉണ്ടോ? നടന്നു വരുമ്പോ നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ. നമ്മളിങ്ങനെ വരുമ്പോ അല്ലെങ്കിൽ നമ്മൾ ആ വണ്ടിയിൽ ചിലപ്പോ നമ്മൾ അതിലായിരിക്കും വന്നേക്കുന്നേ. പക്ഷെ നമുക്കത് കാണുമ്പോ അറിയത്തില്ല. പിന്നെ ഇത് കണ്ടോ? ബുർജ് ഖലീഫ ഉണ്ടോ? ഉണ്ട്. ദുബായ് ചുറ്റോട് ചുറ്റൊന്ന് കണ്ണോടിച്ച ദുബായ് എന്താന്ന് കാണാം മൊത്തം. ദുബായ് കണ്ടു തീരാൻ പറ്റൂല, അങ്ങോട്ട് നീണ്ടു കിടക്കുമല്ലേ. നമ്മളൊരു അംശം പോലും കണ്ടില്ല. പപ്പയമ്മയൊക്കെ വന്നപ്പോ ഞാൻ പിന്നെ ഉണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ എല്ലാവർക്കുമായിട്ട് ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് എല്ലാരെയും കൂടെ ഒന്നിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. ചന്നം പിന്നെ ഒരു മാസം ലീവ് ഇട്ടിട്ട് നമുക്കങ്ങ് കറങ്ങാം. ബാങ്കിൽ കുറച്ച് ബാലൻസ് അല്ലെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് കൂട്ടണം അല്ലേ? ഇങ്ങനെ ഉണ്ട് കണ്ടിട്ട്. പൊളിയാണോ? ഒന്നും പറയില്ല. ഇതൊക്കെ കാണാൻ പറ്റിയെന്ന് ഒരിക്കലും വിചാരിച്ചതല്ലോ. ഒച്ചയ്ക്ക് പറഞ്ഞല്ലോ, ഒന്നും കേക്കത്തില്ല. അല്ലെന്ന് ഇതൊക്കെ കാണാൻ പറ്റുമെന്നേ ഒരിക്കലും വിചാരിച്ചതല്ലോ. കാണാൻ പറ്റിയില്ലേ? ഒരുപാട് സന്തോഷം. ഞാൻ കാരണമാണ് ഇതൊക്കെ കാണാൻ പറ്റിയത്. ഞാൻ പോടൂ. ഒരാൾ ഈ വലിയ വീരവാദമൊക്കെ പഠിച്ച് പറഞ്ഞാലും കേട്ടോ, ക്ലാസ്സിലേ കയറാൻ ഭയങ്കര. അതെങ്ങാനും പൊട്ടി താഴെ പോയാൽ മോൻ ചത്തു പോത്തില്ലേ? പിന്നെ ഇത്രയും പേര് നടന്നു വന്നല്ലേ. അത്രയും പേര് വെയിറ്റ് കയറുമ്പോ പൊട്ടിപ്പോയാലോ? ഞാനപ്പൊത്തി അടി പറഞ്ഞു. എന്ത് രസമല്ലേ? ഓരോ ഫ്ലാറ്റൊക്കെ നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പം അറിയത്തില്ലല്ലോ എത്ര ഉണ്ടെന്നൊക്കെ. മോളിൽ നോക്കുമ്പോ എത്രണ്ണോന്ന് ഇങ്ങനെ കാണാം. എത്ര ബിൽഡിങ്, എത്ര പാത റോഡുകളാണ് അല്ലേ? എത്ര ഫ്ലൈ ഓവർ ആണ്, ഒന്നും മനസ്സിലാകുന്നില്ല. രാത്രിയാ ദുബായ് കാണാൻ ഏറ്റവും ഭംഗി, അറിയോ? പിന്നെ എല്ലായിടത്തും മിന്നുന്നുണ്ടോ? അവിടെ മിന്നുന്നുണ്ടോ? അവിടെ മാത്രം മിന്നുന്നു. ദുബായ് ഇങ്ങനെ കാണാത്ത ദൂരത്ത് കിടക്കുവാ. ഫ്ലൈറ്റ് പോകുന്നതും പൊങ്ങുന്നതും എല്ലാം കാണാം. ഇതിന്റെ വണ്ടിക്ക് കയറി അത്യാവശ്യം ദുബായിയുടെ ഒരു പോർഷൻ, നല്ല പോർഷൻ കാണാൻ പറ്റും. ഞാൻ കണ്ടു. ഞാൻ കണ്ടില്ലേ? കഴിക്കാനോ കുടിക്കാനോ ജ്യൂസ് എന്തെങ്കിലും സംതിങ് യു വാണ്ട്? നമുക്ക് നോക്കാം. കൊച്ചു എഴുതിയിട്ട് വരുന്നില്ല. ഇവിടെ വരയ്ക്കുന്നൊക്കെ ഉണ്ട്, വരുന്നില്ല. എന്നപ്പാ വരാത്ത? പോയില്ല. വന്നു എഴുത. ഞാൻ എഴുതാം. ദേഷ്യം വന്നോ? അവളെ എഴുതിട്ട് വന്നില്ല, ഇനി ഓടുക.
ദേഷ്യം വന്നോ? ആ പോട്ടെ, സാരമില്ല. പുറത്ത് ഭയങ്കര ബാക്കിലൊക്കെ ഭയങ്കര നോയ്സാ കേട്ടോ, അതുകൊണ്ട് ഫോട്ടോ എടുക്കാം. കേക്കാവോന്ന് അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ വീഴുന്നത് പോലെ തോന്നുന്നു. 3D എഫക്റ്റ് ആയതുകൊണ്ടേ. പ്രാവല്ല, പരുന്ത. ചെറുപ്പം പൊറോട്ട എന്ന് വെച്ചാൽ അടുത്ത 50 വർഷത്തിനുള്ളിൽ ദുബായ് എങ്ങനെ ആയിരിക്കും എന്നാവട്ടോ. ഓരോ റോഡും ഓരോ പ്രദേശവും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ മോഡലാണ്. മെട്രോ ഉണ്ടോ? പറക്കുന്ന സാധനം കണ്ടോ? ഇപ്പൊ പുതിയ സാധനം വരുന്നുണ്ട്, പുതിയ എയർപോർട്ട് വരുന്നുണ്ട്. പുതിയ എയർപോർട്ടിൽ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നവരെ അവരുടെ ഹോട്ടലിലേക്ക് ഇതേ അതുപോലത്തെ സാധനത്തിൽ കൊണ്ടെത്തിക്കും. റോബോട്ടൊക്കെ നടന്നു പോകുന്നുണ്ടോ? പപ്പയും അമ്മയും വന്നപ്പോ ഇത് തീർന്നു പോയി, അങ്ങോട്ട് കാണാൻ പറ്റില്ല. അത് ഒറിജിനൽ കേട്ടോ. ഇത് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന പച്ചയുടുപ്പ് റോബോട്ടാന്ന് ആരും ഓർത്തില്ല. ഇതേ പോകുന്നു, റോബോട്ട് പോകുന്നുണ്ടോ? പെൻ റോബോട്ടാന്ന് തോന്നുന്നു കേട്ടോ. അതായത് ഹോസ്പിറ്റൽ സെറ്റപ്പിലൊക്കെ റോബോട്ടിന്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ കൊണ്ടുവരും. ഭാവിയിൽ എപ്പോഴേലും ഒക്കെ ഞാൻ ഇവിടെ വരുമായിരിക്കൂല്ലേ? ഭാവിയില് എന്നെ ആദ്യം കൊണ്ടുവന്നത് ജാനു ഇല്ലേ, എന്റെ കൂടുതൽ പൂനെയിലുണ്ടായിരുന്ന ജാനുന്ന് ഞങ്ങള് പെറ്റ് നെയിം ആട്ടോ. ജാനുവിന്റെ ചേച്ചിയും ചേട്ടനും ഇവിടെ ഉണ്ടായിരുന്നു. അവർ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന. അപ്പം അവരാണ് ഞങ്ങളെ കൊണ്ടുവന്ന് ആദ്യം ഇവിടെ കൊണ്ടുവന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചൊക്കെ തന്നെ. അപ്പൊ അവരെ ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. അന്ന് ചേട്ടൻ സർപ്രൈസ് ആയിട്ട് നമ്മുടെ അതിന്റെ പേരെന്നാ ഗോപ്രോ അല്ലല്ലോ, സൈൻ ചേട്ടനൊക്കെ മേടിച്ചതിന്റെ പേരെന്നായിരുന്നു മറ്റേ സ്റ്റിക്ക്, മറ്റേ ഇത് ആ സാധനം, ആ സാധനമൊക്കെ ആയിട്ട് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തന്ന് നല്ല രസമായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതുണ്ടല്ലോ, അതെപ്പോഴും നമുക്ക് ബെസ്റ്റ് ഇംപ്രഷൻ അല്ല. ആദ്യം കണ്ടപ്പോ ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ 2-3 വട്ടം വന്നു. അതിന് മോനെ കൊണ്ട് വന്നു, അതിന് പപ്പാനെ അമ്മേനെ കൊണ്ട് വന്നു, ഇപ്പൊ തന്നെയും കൊണ്ട് വന്നു. എന്നാലും ആദ്യം കണ്ടത് അവര് കൊണ്ട് കാണിച്ചപ്പോഴും. അപ്പൊ അവരെ ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. ഇനി ഞാൻ ഭാവിയിൽ ഇവിടെ വരുവായിരിക്കാം. ഞാനിവിടെ സെറ്റാകാം. ഇവിടെ ഇല്ല, ഇവിടെ വേണ്ട, ഇവിടെ നിന്ന് ഒരിച്ചിരി ഇവിടെ മാറിയിട്ട് ഞാൻ പോവാ. ആണോ? ഞാൻ ദുബായ് കറങ്ങി കണ്ടു കഴിയുമ്പോൾ ഞാനും പോകും. ഞാൻ ദുബായ് മൊത്തം കാണാനായിട്ട് ഞാനൊരു 3-4 മാസം ഇവിടെ വന്ന് നിൽക്കും. ദുബായ് മൊത്തം കണ്ടു കഴിയുമ്പം ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ പോകണം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പഠിക്കാൻ പോയി കഴിയുമ്പോൾ ആ സ്ഥലം കണ്ടു തീർന്നു കഴിയുമ്പോൾ ജോലി ചെയ്യാൻ വേറൊരു സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ ആ സ്ഥലം കാണും. ഞാൻ സാധാരണ 3 വർഷത്തിൽ കൂടുതൽ ഒരിടത്ത് നിൽക്കാറുള്ളതല്ല. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പഠിക്കുന്നത് ഒരിടത്തും ജോലി ചെയ്യുന്നത് ഒരിടത്തും. അങ്ങനെ ജോലി ചെയ്യുന്ന ഒരിടത്ത്, അത് കഴിഞ്ഞ് ഭാവിയിൽ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് സെറ്റിലാകും.
എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ കർണാടകയിലല്ല ഞാൻ പഠിച്ചേ. NH നാരായണ ഹൃദയാലയ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലായിരുന്നു എന്റെ പ്രാക്ടീസ്. അപ്പൊ ആ സമയത്ത് എനിക്ക് വേണമെങ്കിൽ അവിടെ തന്നെ ജോലിക്ക് കയറാറുണ്ട്. പക്ഷെ എനിക്ക് അവിടെ 3-4 വർഷം നിന്ന് അടുത്തല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാറ്റി പൂനെക്ക് പോയത്. പൂനെയിൽ 3 വർഷം ആകാറായപ്പോഴത്തേക്കിന് അവിടെ മടുക്കാൻ തുടങ്ങിയപ്പോ ദുബായിക്ക് പോകുന്നു. ഇനി ഇവിടെ ഇപ്പൊ 3 വർഷം ആകാൻ പോകുന്നു. അടുത്ത ഡിസംബറിൽ 3 വർഷം ആകും. അപ്പം ഇൻഷാ അല്ലാ ദൈവം സഹായിച്ച അല്ലേ അതിന്റെ കൃപയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിനി അടുത്ത രാജ്യത്തോട്ട് ആഗ്രഹമാട്ടോ പ്രാർത്ഥിക്കണേ. അതെ, ആഗ്രഹമൊക്കെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയില്ല. ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് വേണം. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇവിടെ നോക്കാം അല്ലേ. പിന്നെ എങ്ങനെയാ കൊച്ചിനെയൊക്കെ ഇട്ടിട്ട് പോകുന്നേ? ഭയങ്കര ശല്യമാണല്ലോ. മുടി വെട്ടണ്ടായിരുന്നു അല്ലേ? എല്ലാരും പറയണം മുടി എങ്ങനെ ഉണ്ടെന്നേ. അതെ, മുടി വെട്ടിട്ട് എങ്ങനെ ഉണ്ട്? ലെയർ വെട്ടിട്ട് കേട്ടോ. മുണ്ടിയിരുന്ന ഫോൺ എടുക്കുന്നു. അയ്യോ, ബെസ്റ്റ് പാട്ടിനും കണ്ടോ വന്നത്. ഇനി ഭാവിയിൽ എപ്പോഴേലും ഞാൻ ഇവിടെ വരുമായിരിക്കുമല്ലേ. എങ്ങനുണ്ട് ഫോട്ടോ ഒക്കെ? എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി, സൂപ്പർ അല്ലേ? സൂപ്പറാ. നാട്ടിൽ ചെല്ലുമ്പോൾ ഇത് ഫ്രെയിം ചെയ്യാം കേട്ടോ. ചെയ്യാം. വേറെ സാധനം അത് ഇതിന്റെ അടുത്തിട്ട് വെച്ചേക്കല്ലേ. അത് നമുക്ക് അമ്മയ്ക്കും പപ്പായ്ക്ക് സർപ്രൈസ് കൊടുക്കാം. ഇപ്പൊ കാണിക്കണ്ട അവർക്കുള്ള സർപ്രൈസ് കേട്ടോ. കാണിക്കണ്ട. എന്റെ മുടി പൊമറയും കുഞ്ഞേ അങ്ങനെ വിളിക്കുന്നത്. എന്നെ പട്ടിക്കുഞ്ഞെന്ന് വിളിക്കുന്നത് കേട്ടോ. എല്ലാരും അതെ, ഞാൻ മാത്രല്ലേ. അതെങ്ങനെ ഫ്രണ്ടിലോട്ട് മുടി വെട്ടിയിട്ടിട്ട് ഇതുണ്ടോ? കണ്ടോ 2 സൈഡിലും മറ്റേ പൊമറയിന്റെ കൂട്ട് വാല. പട്ടിക്കുഞ്ഞെ വിളിക്കുവാണോ? ഞാനൊന്നല്ലേ വിളിച്ചേ. എങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയുടെ ഇടയ്ക്ക് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ കേട്ടോ. അപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു വടകരക്കാരൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ചങ്ക് ഫ്രണ്ട്സുകളെല്ലാം കോഴിക്കോട്, മലപ്പുറം, വയനാട് അങ്ങനെ ആ ഒരു സൈഡിൽ നിന്നുള്ളവരാ കൂടുതലും കേട്ടോ. ചേച്ചി കോട്ടയംകാരിയായിരുന്നു. അവരൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. കുറേ ഒന്നും ഞങ്ങൾ എടുത്തില്ല, കാരണം കുറേ പാട്ടും കോപ്പിറൈറ്റ് പിന്നെ ഞങ്ങൾക്ക് നല്ല ടോക്കേറ്റീവ് ആയിട്ടുള്ള കുറേ ആൾക്കാരെയൊക്കെ കിട്ടിയോ. ഞങ്ങൾ കലവല്ല വർത്താനമൊക്കെ ആയിരുന്നു. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അല്ലേ? അതെ. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്രസ്സ് നല്ലതാണ്. അതെ, താങ്ക് യു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്രയും വയസ്സിന് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലത്തെ ഉടുപ്പുകൾ ഇടാൻ തുടങ്ങിയ. നേരത്തെ ഞാൻ കുഞ്ഞ് കയ്യെ പിടിച്ച് നടക്കുന്നു, ചേച്ചി ഞാൻ നോക്കുമ്പോ ഒരു വലിയ മനുഷ്യത്തി അങ്ങനെയായിരുന്നു എനിക്ക്. ഇപ്പൊ രണ്ടുപേരും ഒരുപോലെ നടക്കാൻ തുടങ്ങിയപ്പോ അതെ. പക്ഷെ മോനും ഉണ്ടെങ്കിൽ മോനും സെയിം ഞങ്ങളുടെ സൈസിലെ ഉടുപ്പ് തന്നെയായിരിക്കും ഇടുന്നത്. ലേഡീസ് ബോയ്സ് അങ്ങനെ ഇല്ലല്ലോ. ഈ ടീഷർട്ടൊക്കെ ഇടുമ്പോൾ ഒരുപോലത്തെ ഇടല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്നിച്ചിട്ട് ഒരുപോലെയാണ് എപ്പോഴും നടക്കാറ്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ എന്നോട് ഇടയ്ക്കൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ ഡ്രസ് സെലക്ഷൻ നല്ലതാ, ചൂസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പേഴ്സണലായിട്ടൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മൾ മേടിക്കത്തില്ല, എങ്കിലും മേടിക്കുന്ന സാധനം നല്ല വൃത്തിയായിട്ട് മേടിച്ചിടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മേടിക്കുന്നത് ഇങ്ങനെയൊക്കെ എറിഞ്ഞ് കിട്ടുന്നത് അല്ലേ? അയ്യോ, ആളുകുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടോ തോന്നുന്നു. പോയേക്കാം. സുലൈമാനി കുടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മള് കുടിച്ചില്ലല്ലോ, ടാക്സി വന്നത് കൊണ്ട് കുടിച്ചില്ല. അതുകൊണ്ടാണ് ഉറക്കശം. ചായ കുടിക്കാൻ തന്നെയാ. നമ്മൾ പാൽക്കപ്പ കഴിക്കണമെന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മൾ കഴിക്കുന്നത് പിസ്സയാണ് കേട്ടോ. കൊച്ചു വന്നിട്ട് ഇതുവരെ പിസ്സ കഴിച്ചില്ലായിരുന്നു. സോ നമ്മൾ പിസ്സയും പെപ്സിയും. എങ്ങനെയുണ്ട്? അതിന്റെ ഒരു ഫീൽ പറയണോടോ അല്ലേ? ഞങ്ങൾ തന്നെയല്ല കഴിക്കുന്നത് കേട്ടോ. അതെ അതെ, കൊടുത്ത ആളൊക്കെ ഉണ്ട് വേറെ. ഇഷ്ടപ്പെട്ടോ? കഴിച്ചു നോക്കാലോ. നാട്ടിലാണേലേ ഇപ്പൊ കഞ്ഞി കുടിച്ച് കിടക്കാൻ സമയമായി. ഇവിടെ ആയോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ പോവാനൊക്കെ ഇതുപോലെ 8 മണി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നടക്കും. ആരിറങ്ങാൻ? എല്ലാരും പുതപ്പിന്റെ അകത്താ.
ഇവിടെ 8 മണിക്ക് എല്ലാവരും ഉണരുന്നു. സത്യം. സത്യം പറയട്ടെ, തനിക്ക് ദുബായ് ആണോ നാടാണോ ഇഷ്ടം? എടാ നാട് ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ എൻ്റെ വീടും എൻ്റെ കുട്ടമ്മോനും അമ്മയൊക്കെ അവിടെയാ, അതുകൊണ്ട് നാട് ഇഷ്ടമാ. ഇവിടെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ താൻ ഇവിടെ ഇഷ്ടമാണ്. പിന്നെ ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് പോവാൻ മനസ്സില്ല, പക്ഷെ പോയേ പറ്റൂ. ഡിപ്ലോമ